Iran, Armenia. Well, you need stuff like this to give you energy. So Yes, enjoy, yes. okay? Okay. Nice to meet you. Likewise, take care. Take care. Bye bye. ഇതാണ് ആ സ്റ്റാച്യു. ഇതിന്റെ മുകളിൽ ഈ കാണുന്നതാണ് മെഡിയ. ഇവിടുത്തെ ഒരു ഭിക്ഷക്കാരത്തിയാണ് പോകുന്നത്. ആളുകളെ ചീത്ത പറയും. ഇവർക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ആളുകളെ പുള്ളിക്കാരത്തി ഒച്ച ഉണ്ടാക്കുന്ന നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ബീച്ച് കൂടെ നടന്നിട്ട് ബത്തൂമി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആണ് ബത്തൂമിയിൽ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഉള്ളൊരു ഷോപ്പിൽ കച്ചാപ്പുരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. കച്ചാപ്പുരി, പിന്നെ കാർത്തൂപ്പീലി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഐറ്റംസും ഉണ്ട്. ഞാൻ ഇന്നലാണ് കാർത്തൂപ്പീലി കഴിച്ചത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഉള്ളിൽ പൊട്ടറ്റോൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ളതാണ്. പക്ഷെ അതിവിടെ അവൈലബിൾ അല്ല. ഇവിടെ കച്ചാപ്പുരി ഉള്ളത്. നമുക്ക് നോക്കാം കച്ചാപ്പുരി എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത്. ഇതാണ് കച്ചാപ്പുരി ഷോപ്പ്. കാണുന്നതാണ് കച്ചാപ്പുരി. ചൂടോടെ ഒന്ന് മതിയോ? ഒന്ന് കഴിച്ചിട്ട് നോക്കാം. നല്ലതാണെങ്കിൽ ഒന്നുകൂടി വാങ്ങി കയ്യിൽ വെക്കാം. ഒന്ന് മതി. You filming? Yeah, I'm a vlogger. It's the best khachapuri in Batumi. Oh, really? It really is. Can you? Thank you. It is. I'm a traveler. I'm traveling by bicycle from India to London. Oh my gosh. Your legs must be crazy. Are you from which country? America? America? Yeah. Yeah, after this journey, I'm planning to come to America Really? also. Yeah. Nice. Well, it will be perfect weather to bike. Yeah, right? this journey 35 countries, India to Oh London. my God. You alone or? Alone, solo. Oh my gosh, you're so brave. It's my 11th country right now. Really? Yeah, And where are you 12th, coming from? I'm from India, Oman, UAE, Saudi, Qatar, Bahrain, Kuwait, Iraq, Iran, Armenia. Well, you need stuff like this to give you energy. So Yes, enjoy, yes. okay? Okay. Nice to meet you. Likewise, take care. Take care. Bye bye. അപ്പോൾ നമുക്ക് കച്ചാപ്പുരി കിട്ടിയിട്ടുണ്ട്. ഇതാണ് കച്ചാപ്പുരി. ഇതിന് 4 ലാറിയാണ്. 4 ലാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 രൂപ. ആ 3-4 100 120 രൂപ കേട്ടാ. എന്താ സംഭവം എന്നറിയില്ല. എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അത് അമേരിക്കക്കാരത്തിയാണ് കണ്ടത്. അമേരിക്കക്കാരത്തി പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കച്ചാപ്പുരി കിട്ടുന്ന ഷോപ്പാണത് എന്നാണ് പറഞ്ഞത്. ബെസ്റ്റ് കച്ചാപ്പുരി. ഓക്കെ, എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ്. ഒരു 100-200 മീറ്റർ നടന്നാൽ മതി. ഇന്നാണ് കാണുന്നത്. ലാസ്റ്റ് ഡേ ആണ് ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇത്രയും ദിവസം ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ഒരു പാർക്കിലെ ബെഞ്ചിലിരുന്നിട്ട് ചൂട് കച്ചാപ്പുരി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചൂടുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല. ഞാൻ പേപ്പറൊക്കെ കൂട്ടിയാണ് പിടിക്കുന്നത്. ഭയങ്കര ചൂട്. അടിപൊളി. ഉള്ളിൽ നല്ല ചീസാണ് കേട്ടോ. ചീസിൻ്റെ നല്ല റിച്ചാണ്. നല്ല ചൂടാണ്. അടിപൊളി. അപ്പം ജോർജിയയിൽ വരുന്നവർ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. ഒന്ന് കച്ചാപ്പുരി, ഒന്ന് കാർത്തുപ്പീലി, പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. രസമുള്ള ഐറ്റംസാണ്. അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക ജോർജിയയിൽ വരുമ്പോൾ. വെറും കേരള ഫുഡ് നോക്കി നടന്ന് കേരള ഫുഡ് അടിച്ച് തിരിച്ചു പോകരുത്. ജോർജിയൻ ഫുഡ് ട്രൈ ചെയ്യണം. നമുക്ക് എല്ലാം നടന്നാലോ. ഞാൻ ബീച്ചിലേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് ഒരു കടൽപ്പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ. ഒരുപാട് നീളമൊന്നുമില്ല കടലിലേക്ക്. കുറച്ചേ ഉള്ളൂ. അതന്നെ തുരുമ്പെടുത്ത് നാശമായി തുടങ്ങിയിട്ടുണ്ട്. നാശമായി തുടങ്ങിയല്ല, നാശമായിട്ടുണ്ട്.
വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. പെബിൾ ബീച്ചാണ്. പെബിൾ മണലില്ല, മണലിന് പകരം പെബിളാണ്. നല്ല തണുത്ത വെള്ളം. ഞാനിപ്പോൾ ഉള്ളത് കടൽപ്പാലത്തിൻ്റെ മുകളിലാണ്. അധികം ആളുകളൊന്നുമില്ല. രണ്ട് ഭാഗത്തും കുടകൾ വെച്ചിട്ടുണ്ട്. അത് വെയിലുള്ളാതിരിക്കാനാണ്. മഴ എന്തായാലും കൊള്ളും. കാറ്റടിക്കുമ്പോൾ മഴ എന്തായാലും കൊള്ളും. വെയിലുള്ളാതിരിക്കാൻ വേണ്ടിയുള്ള കുടയാണ്. ഇവിടെ ഒരു ബൈനോക്കുലർ ഉണ്ട്. നമുക്ക് മള്ളാറി കൊടുത്താൽ ഈ ബൈനോക്കുലറിലൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. ഒരാഴ്ച മഴ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടാ. ഞാൻ മഴ എക്സ്പെക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു ഡ്രസ്സിങ്ങിലാണ് ഞാൻ ഇറങ്ങിയത്. മഴ പെയ്യാണെങ്കിലോ വിചാരിച്ചിട്ട് നോക്കുമ്പോൾ മഴയല്ല, നല്ല വെയിലാണ്. നന്നായി. നാളെ എനിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നാളെ വെയിലായാൽ മതിയായിരുന്നു. വെള്ളം അത്ര അടിപൊളി വെള്ളമൊന്നുമല്ല. കുറെ കച്ചറയൊക്കെ വെള്ളത്തിൽ കാണുന്നുണ്ട്. കാണാനൊരു നീല നിറം ഉണ്ടെങ്കിലും വെള്ളം കുറച്ച് കച്ചറ വെള്ളമാണെന്നാണ് തോന്നുന്നത്. കാണുന്ന അഴുക്കല്ലേ, എനിക്കറിഞ്ഞൂടാ, അഴുക്കാണെന്ന് തോന്നുന്നു. ഇതിലാണ് എല്ലാവരും ഇങ്ങനെ കുളിച്ച് മറിയുന്നത്. രണ്ട് നിറത്തിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു അവിടുന്ന് അങ്ങോട്ട് ആഴം കൂടും. ആൽഫബറ്റിക് ടവറാണ് ഈ കാണുന്നത്. 2012 ഇത് ഓപ്പൺ ആക്കി കൊടുത്തത്. ഏകദേശം 65 മില്യൺ ചെലവാക്കിയിട്ടുള്ളൊരു ടവറാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ടവർ. ഇതിൻ്റെ മുകളിൽ മൊത്തം ജോർജിയൻ ആൽഫബറ്റ്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ആൽഫബറ്റിക് ടവർ എന്ന് വിളിക്കുന്നത്. 130 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇവിടെ ജോർജിയൻ ആൽഫബറ്റ്സ് അതാ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ആൽഫബറ്റ്സ് ഒക്കെ ഈ ഒരു ടവറിൻ്റെ മുകളിൽ. ഇതൊരു DNA സ്ട്രക്ചർ കൂടിയാണ്. അങ്ങനെ കുറേ ഇതൊരു സിമ്പിൾ ഓഫ് യുണീക്ക് ജോർജിയൻ ഇതൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു സിംബോളിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് നമ്മുടെ അലിയൻ നീനോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അലിയൻ നീനോ. കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ മുകളിൽ പിൻ ചെയ്യാം. ആ ലിങ്കിൽ കയറിയവർക്കറിയാം. അതിൻ്റെ തൊട്ടടുത്ത്, വളരെ തൊട്ടടുത്താണ്, ഒരു 200 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ആൽഫബറ്റിക് ടവർ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലൊരു ലിഫ്റ്റ് ഉണ്ട്. ഒന്നിലധികം ലിഫ്റ്റുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്.
ക്രൗഡൊക്കെ ഈവനിങ് ആണ്. ഈ സമയത്ത് ക്രൗഡ് കുറവായിരിക്കും. ഇത് ഏകദേശം ഉച്ച സമയമാണ്. ഇതിന് 2 ലിഫ്റ്റാണുള്ളത്. ഒന്ന് ആ സൈഡിലും ഒന്ന് ഈ സൈഡിലും. ലിഫ്റ്റ് കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് പോവാൻ. നമ്മൾ പിന്നെ സൈക്കിളുമായിട്ട് വന്നതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ല. സൈക്കിൾ എടുത്ത് ഇങ്ങോട്ട് പോന്നാൽ മതി. ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. ഇതൊക്കെ വാടകയ്ക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ യൂറോപ്യൻ സ്ക്വയറിലാണ്. യൂറോപ്യൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചുറ്റും ബിൽഡിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു സ്ക്വയറാണ്. അതിൻ്റെ നടുവിലൊരു സ്റ്റാച്യു ഉണ്ട്. മെഡിയ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇതാണ് ആ സ്റ്റാച്യു. ഇതിൻ്റെ മുകളിൽ ഈ കാണുന്നതാണ് മെഡിയ. ഇത് 2007 ഉണ്ടാക്കിയതാട്ടോ യൂറോപ്യൻ സ്ക്വയർ. ഇതാണ് ആ മെഡിയ. ഇതിൻ്റെ ചുറ്റും കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഗവൺമെൻറ് ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണെന്നാണ്. ആ കാണുന്നത് കാസിനോ ആണ്. പിന്നെ ചുറ്റും റെസ്റ്റോറൻറ്റുകളാണ്. ഫുള്ള് റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നൊരു ഏരിയ ആണ് ഈ യൂറോപ്യൻ സ്ക്വയർ. ഇവിടെ മക്ഡൊണാൾഡ് ഉണ്ട്, KFC ഉണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് മക്ഡൊണാൾഡ് ആണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഒരു സ്പെഷ്യൽ ആർക്കിടെക്ചറാണ്. അവരുടെ ഒരു കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നുന്നൊരു ആർക്കിടെക്ചറാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ. ഇതൊരു വേറൊരു ടൈപ്പ് ആർക്കിടെക്ചറാണ്. എല്ലാം ഡിഫറെൻ്റ് ആണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എല്ലാം ഒരുപോലല്ല. എല്ലാത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു ഭിക്ഷക്കാരത്തിയാണ് പോകുന്നത്. ആളുകളെ ചീത്ത പറയും. ഇവർക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ആളുകളെ പുള്ളിക്കാരത്തി ഒച്ച ഉണ്ടാക്കുന്ന നമുക്ക് നല്ലോണം ചീത്ത പറയും ഒന്നും കൊടുത്തില്ലെങ്കിൽ. ഈ യൂറോപ്യൻ സ്ക്വയറിൻ്റെ മിഡിൽ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. അത് കുട്ടികളൊക്കെ അതിലിങ്ങനെ കളിക്കുന്ന. ഇതാണ് ആ ഫൗണ്ടൈൻ. ഇത് കൊള്ളാലോ. ഇതൊരു കുട്ടിനെയും കൊണ്ടുവന്ന ചെറിയ കുട്ടികളുടെ ഒരു ഇതാട്ടോ. അതിൽ കയറി ഇരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് കാണുന്നത്. ചെറിയ ബേബിനെയും ലോലിപോപ്പ് ഉണ്ടല്ലോ. ആളിപ്പോഴും ചെറിയതാന്ന വിചാരം. അത് പൊട്ടിപ്പോല വലിയ ആളിരുന്നാല്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂറോപ്യൻ സ്ക്വയർ. ഈ ബാത്തൂമി എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ്. അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. എല്ലാം അടുത്തടുത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റി കവർ ചെയ്യാൻ ഈസിയാണ്. വളരെ അടുത്താണ് എല്ലാം.
ഇവിടെ ഒരുപാട് ആളുകൾ, ഗൈഡുകളൊക്കെ, ടൂറിസ്റ്റുകളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. ഇവിടെയൊക്കെ പോകാനുള്ള വണ്ടികൾ, ഗൈഡുകളൊക്കെയാണ് ഇവരാളുകളെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിബ്ലിസി, കസ്ബേഗി, ബൊർജോമി, എയർപോർട്ട്, കുത്തൈസി, സെവാനിറ്റി, മെസ്സിയ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഞാനൊന്നും കണ്ടില്ല. ഇനി അത് കാണാനായിട്ടൊരു വരവ് വരാം. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ച് റൂമിലേക്ക് നടക്കാം. ഈ വഴിക്കാണ് റൂമിലേക്ക് പോകേണ്ടത്. സീബ്ര ലൈനിലാണ് ക്രോസ് ചെയ്യേണ്ടത്. സോറി, ഒന്നും വിചാരിക്കരുത്. കടന്നു കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ ഉള്ളിലൊരു കാസിനോ ഉണ്ട്, കയറിയാലോ? പക്ഷേ ഈ ഒരു ഡ്രസ്സിൽ അവർ കയറ്റില്ല. അവിടേക്ക് പോകുമ്പോൾ ഫോർമൽ ഡ്രസ്സായിരിക്കണം. വീണ്ടും രാവിലെ കയറിയ പോലത്തെ ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. കച്ചാപുരി, ഇതിൻ്റെ പേരറിയില്ല. ഇതാണ് കാർത്തോപ്പിലി, ഇതാണെന്ന് തോന്നുന്നു. നമ്മളെന്താ വാങ്ങിക്കാം? എനിക്കിഷ്ടപ്പെട്ടത് കാർത്തോപ്പിലിയാണ്. ഞാൻ ഇന്നലെ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. കൊള്ളാലോ. ഞാൻ വാങ്ങിക്കുന്നത് കാർത്തോപ്പിലി. ഇതാണ് ഞാൻ വാങ്ങിക്കുന്നത്, കാർത്തോപ്പിലി. ഇതാണ് കാർത്തോപ്പീലി. സ്പെഷ്യൽ പേരാണ് കാർത്തോപ്പീലി. എനിക്ക് ഇന്നലെ കേട്ടപ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി പേര്. പക്ഷെ ഇപ്പോൾ പറഞ്ഞത് യൂസ്ഡായി. 1.5 ലാറിയാണ്. ചില സ്ഥലത്ത് 2 ലാറിയാണ്, ഇവിടെ 1.5 ലാറിയാണ്. അപ്പോൾ ഇതൊക്കെ കോഫി ഷോപ്സാണ്. ആ ഫോട്ടോയിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. 1905 അന്നത്തെ ഫോട്ടോ ആണ്. പക്ഷെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കാലാനുസൃതമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ, ചെറിയ ചെറിയ രീതിയിൽ ബാൽക്കണി വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ മുകളിൽ ഗ്രില്ല് വന്നിട്ടുണ്ട്. സെയിം ബിൽഡിംഗ് ആണത്. ഇവിടെ സ്ട്രീറ്റിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പഴയ ബിൽഡിങ്ങിൻ്റെ കറക്റ്റ് അതേ വ്യൂവിലുള്ള പഴയ ഫോട്ടോ ഒരുപാട് സ്ഥലത്ത് കണ്ടു. ഞാൻ ഇവിടെയാണ് ഇപ്പോഴാണ് കറക്റ്റ് നോട്ട് ചെയ്തത്. ഇതും 100 വർഷത്തിലധികം പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ്. ഇത് കുറച്ച് പുതിയതാണ്. ഇവിടെ ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട്. കാണുന്നത് ഗാലറിയാണ്. ഇവിടെ ഒരു ആർട്ട് മ്യൂസിയം കാണുന്നുണ്ട്.